7 ഡേ മിറക്കിൾ ചാനലിലേക്ക് സ്വാഗതം. ഈ ഏതാനും മിനിറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച പിരിമുറുക്കം അകറ്റാനുള്ള സമയമായിരിക്കും. ഞാനത് ഉറപ്പു തരിക. നിങ്ങൾ ഒരുപാട് തിരക്കിലാണോ? മനസ്സിൽ തീരാത്ത ചിന്തകൾ ഓടുകയാണോ? തോളിൽ വലിയ ഭാരമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ എന്തിനാ ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. നിങ്ങൾ വേഗത്തിൽ ഒരു ശാന്തത, ഒരു ആശ്വാസം തേടുകയാ. പേടിക്കേണ്ട, അതിനുള്ള വഴി എൻ്റെ കയ്യിലുണ്ട്. ഞാനൊരു വാക്ക് തരാം. ഇനിയുള്ള ഏതാനും മിനിറ്റുകൾ നമ്മൾ വെറുതെ സംസാരിച്ചിരിക്കുകയല്ല, മറിച്ച് ശാസ്ത്രീയമായും അതിശക്തമായും ഈ സ്ട്രെസ്സിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേരോടെ പറിച്ചെറിയാൻ പോവുകയാണ്. ഞാനിത് പറയുന്നത് ഒരു ഫ്രണ്ടായിട്ടാണ്, പക്ഷേ ഞാൻ നിങ്ങളെ നയിക്കുന്നത് അധികാരത്തോടും ആത്മവിശ്വാസത്തോടും കൂടിയാ. കാരണം ഇത് എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് കൃത്യമായി അറിയാം. നിങ്ങളൊരു കാര്യം ചെയ്യണം. തുടക്കം മുതൽ അവസാനം വരെ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഏതാനും മിനിറ്റിനുള്ളിൽ നിങ്ങൾക്കൊരു പുതിയ മനുഷ്യനാകാം. ടെൻഷൻ അതൊരു ശത്രുവല്ല, അതൊരു അതിഥി മാത്രമാണ്. ഈ അതിഥി നമ്മുടെ ബ്രെയിനിലും ശരീരത്തിലും വന്നിരുന്ന് വെറുതെ ശബ്ദമുണ്ടാക്കിയ ആ ശബ്ദം കേൾക്കുന്നത് നിർത്തണം, അല്ലേ? ഇതിന് വലിയ പുസ്തകങ്ങളോ ദിവസങ്ങളോ കഠിനമായ പരിശീലനമോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ശ്രദ്ധ, അതാണ് ഏറ്റവും വലിയ ആയുധം. പിരിമുറുക്കം എവിടെയാണോ അവിടുന്ന് ശ്രദ്ധ മാറ്റി നമ്മളുടെ ഏറ്റവും ശാന്തമായ ഭാഗത്തേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് അതൊന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരിക്കാം, വേണമെങ്കിൽ കിടക്കുകയുമാകാം. ആദ്യം വേണ്ടത് നിങ്ങൾ പൂർണ്ണമായും എന്നെ വിശ്വസിക്കുക എന്നതാ. നമുക്ക് അതിവേഗം ശാന്തതയിലേക്ക് പോകാം. കണ്ണുകൾ വേണമെങ്കിൽ അടച്ചോളൂ, അല്ലെങ്കിൽ താഴേക്ക് നോക്കിക്കോളൂ. നിങ്ങളുടെ ശരീരം ഇരിക്കുന്ന കസേരയിലോ തറയിലോ തൊടുന്ന ഭാഗം ശ്രദ്ധിക്കൂ. കാലുകൾ തറയിൽ ഉറപ്പിച്ചു വെക്കുന്നുണ്ടോ? എങ്കിൽ ആ ഭാരമൊന്നറിയൂ. ഞാൻ ഇവിടെ ഈ നിമിഷം സുരക്ഷിതനാണ് എന്നൊരു ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇതൊരു ചെറിയ കാര്യമല്ല. ഈ നിമിഷം ഭൂതകാലത്തെ ചിന്തകളും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും, അതാണോ ടെൻഷൻ? അതെ. എന്നാൽ ഈ നിമിഷം നമുക്ക് പ്രശ്നമില്ല, ശരിയല്ലേ? ഈ നിമിഷത്തെ ശക്തിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇനി മെല്ലെ നിങ്ങളുടെ ശ്വാസം മാത്രം ശ്രദ്ധിക്കൂ. ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും മാത്രം. ഇപ്പോൾ മുതൽ നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്ത് ഈ ശ്വാസമാണ്. ഇനി നമ്മൾ ഈ ശ്വാസം ഉപയോഗിച്ച് എങ്ങനെ പിരിമുറുക്കത്തെ മാറ്റാം എന്ന് പഠിക്കാം. റെഡി? ലെറ്റ്സ് ഗോ. നിങ്ങളുടെ ഒരു കൈ നെഞ്ചിലും മറ്റേ കൈ വയറ്റിലും വയ്ക്കുക. മെല്ലെ കണ്ണുകൾ അടയ്ക്കാം. ഇനി ശ്വാസം എടുക്കുമ്പോൾ നെഞ്ചിലെ കൈ അനങ്ങാതെ വയറ്റിലെ കൈ മാത്രം മുന്നോട്ട് വരുമോ എന്ന് ശ്രദ്ധിക്കൂ. വയർ ഒരു ബലൂൺ പോലെ വീർക്കണം. ശ്വാസം പുറത്തു വിടുമ്പോൾ വയർ മെല്ലെ അകത്തേക്ക് പോകണം. ഇതാണ് ശാന്തതയുടെ ശ്വാസം. ഇനി സ്ട്രെസ്സിനെ ഒറ്റയടിക്ക് താഴെ ഇറക്കുന്ന ഒരു വിദ്യ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. ഇതിന് 4-7-8 വിദ്യ എന്നാണ് വിളിക്കുന്നത്. ഇത് നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിനെ റീബൂട്ട് ചെയ്യുന്ന ഒരു സ്വിച്ചാണ്. ഞാൻ പറയുന്നത് അതുപോലെ ചെയ്യുക. കൈകൾ മടിയിൽ വയ്ക്കുക. ഇനി ശ്വാസം മുഴുവൻ പുറത്തേക്ക് വിടുക. 4 വരെ എണ്ണിക്കൊണ്ട് മൂക്കിലൂടെ മെല്ലെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. വയർ വീർത്തു വരട്ടെ. ഇനി 7 വരെ എണ്ണിക്കൊണ്ട് ശ്വാസം പിടിച്ചു നിർത്തുക. നിങ്ങൾക്ക് സാധിക്കും. ഇനി 8 വരെ എണ്ണിക്കൊണ്ട് വായിലൂടെ മെല്ലെ പുറത്തേക്ക് ആ ശ്വാസത്തെ വിടുക. ഇത് ഒരു തവണ കൂടി ചെയ്യാം. ഇത് വെറുതെ ശ്വാസം എടുക്കുന്നതല്ല, നിങ്ങളുടെ ശരീരത്തിൻ്റെ ശക്തി നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്തതെന്ന് അറിയാമോ? നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് ഒരു കൃത്യമായ കമാൻഡ് നൽകി, ശാന്തനാകൂ എന്ന്. ഇനി മുതൽ ഒരു മീറ്റിങ്ങിന് മുൻപോ ഒരു പ്രധാനപ്പെട്ട മെയിൽ അയക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ ടെൻഷൻ തോന്നുമ്പോഴോ നിങ്ങൾ ഈ 4-7-8 ടെക്നിക് ഉപയോഗിക്കുമെന്ന് എനിക്ക് ഉറപ്പ് നൽകണം. ഇത് 1 മിനിറ്റ് പോലും എടുക്കില്ല. ഇവിടെയാണ് നിങ്ങളുടെ വിജയം തുടങ്ങുന്നത്. പ്രതിസന്ധികളെ നേരിടാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു ശാന്തമായ മനസ്സാണ് ഒരു യഥാർത്ഥ നേതാവിന് വേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തെ നിയന്ത്രിച്ചു. ഇനി നിങ്ങളുടെ ലക്ഷ്യങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾ തയ്യാറാണ്. നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങളുടെ ചിന്തകളെ എങ്ങനെ മാറ്റി എഴുതാമെന്ന് പഠിക്കാം. ആയുധങ്ങൾ റെഡി. നമ്മളിപ്പോൾ ശരീരത്തിലെ ടെൻഷനെ ശ്വാസം കൊണ്ട് നിയന്ത്രിക്കാൻ പഠിച്ചു. ഇനി അടുത്തത് നിങ്ങളുടെ വിജയം നിർണ്ണയിക്കുന്ന സ്ഥലം. അതെ, നിങ്ങളുടെ മനസ്സ് തന്നെ. നോക്കൂ, നിങ്ങളുടെ സ്ട്രെസ്സിന്റെ 90% വരുന്നത് ഒരു പ്രശ്നമുള്ളത് കൊണ്ടല്ല, മറിച്ച് ഇല്ലാത്ത ഒരു പ്രശ്നത്തെപ്പറ്റി ചിന്തിക്കുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ മനസ്സ് ഒരു ഫാക്ടറിയാണ്. അതിൽ കയറുന്ന റോ മെറ്റീരിയൽസാണ് നിങ്ങളുടെ ചിന്തകൾ. നെഗറ്റീവ് ചിന്തകൾ ഉള്ളിലേക്ക് പോകുമ്പോൾ പുറത്തു വരുന്നത് സ്ട്രെസ് എന്ന വിഷമാണ്.
ഇത് നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനമാണ്. നിങ്ങൾ ചിന്തിക്കൂ, ഞാൻ തോൽക്കും, എനിക്ക് കഴിയില്ല, എല്ലാം തകരും. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ശരീരം കരുതുന്നത് നിങ്ങൾ ശരിക്കും ഒരു വാർ ഫീൽഡിൽ ആണ് എന്നതാണ്. ഇപ്പോൾ നമ്മളൊരു മനഃശാസ്ത്രപരമായ ഓപ്പറേഷൻ നടത്താൻ പോവുകയാണ്. നമ്മുടെ സംസാരത്തിൽ നിന്ന് ടെൻഷൻ ഉണ്ടാക്കുന്ന 2 വാക്കുകളെ നമുക്ക് നീക്കം ചെയ്യാം. അത് എന്തൊക്കെയാണെന്ന് അറിയാമോ? ഐ മസ്റ്റ്, ഞാനിത് ചെയ്തേ തീരൂ. ഈ വാക്ക് വലിയ സ്ട്രെസ് ഉണ്ടാക്കും. നിങ്ങൾ അതിന് അടിമയായി മാറുന്നു. ഐ ഷുഡ്, ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടതായിരുന്നു. ഇത് കുറ്റബോധമുണ്ടാക്കി നിങ്ങളെ തളർത്തും. നമ്മൾ മാറ്റി സ്ഥാപിക്കാൻ പോവുകയാണ്. ഞാനിത് ചെയ്തേ തീരൂ എന്നതിനു പകരം ഞാനിത് ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നു. ഈ തീരുമാനം നിങ്ങളുടെ ശക്തിയാണ്. ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടതായിരുന്നു എന്നതിന് പകരം ഞാനിതിൽ നിന്ന് പാഠം പഠിച്ചു. അതെ, തോൽവിയില്ല, പാഠങ്ങൾ മാത്രം. ഈ വാക്കുകൾ നിങ്ങളുടെ ബ്രെയിനിന് ഒരു പുതിയ കമാൻഡ് നൽകും. ഞാനാണ് എൻ്റെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്നത് എന്ന കമാൻഡ്. ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു ചിന്ത മനസ്സിൽ വരുമ്പോൾ അതിനെ വിശ്വസിക്കും മുമ്പ് നിങ്ങൾക്കൊരു അതോറിറ്റി ഉണ്ടാകണം. അതിനെ ചോദ്യം ചെയ്യുക എന്നത്. ഒരു ചിന്ത വരുന്നു, ഈ പ്രസന്റേഷൻ മോശമായാൽ എൻ്റെ ജോലി പോകും. അപ്പോൾ നിങ്ങൾ എന്താ ചോദിക്കേണ്ടത്? 3 ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. 1, ഇത് 100% ശരിയാണോ? ഒരു പക്ഷേ അല്ല. 2, ഇങ്ങനെ സംഭവിച്ചാൽ ഏറ്റവും മോശം കാര്യം എന്തായിരിക്കും? നിങ്ങൾ അത് സർവൈവ് ചെയ്തേക്കും. 3, ഈ നിമിഷം ഈ ചിന്ത എന്നെ എവിടെയാ എത്തിക്കുന്നത്? ടെൻഷനിലേക്ക്. ഇങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ ആ ടെൻഷൻ ചിന്തയുടെ ശക്തി ചോർന്നു പോകും. നിങ്ങൾ അതിനെ വെല്ലുവിളിച്ചു. നിങ്ങളുടെ മനസ്സിന്റെ അധികാരം നിങ്ങൾ തിരിച്ചു പിടിച്ചു. ഇനി വേണ്ടത് നിങ്ങളുടെ ഇന്റേണൽ ഡയലോഗ് മാറ്റിയെടുക്കുക എന്നതാ. നിങ്ങളുടെ മനസ്സിലെ വോയിസ് ഓവർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. ഞാൻ എപ്പോഴും റെഡിയാണ്, എനിക്ക് പറ്റും, ഞാൻ കഴിവുള്ളവനാ. ഇത് ഒരു തവണ പറഞ്ഞു നിർത്താനുള്ളതല്ല. ഇത് നിങ്ങളുടെ നിത്യമായുള്ള ട്രെയിനിങ് ആയി മാറണം. ഓരോ തവണ നെഗറ്റീവ് വരുമ്പോഴും അതിനെ ശക്തമായി ഈ പോസിറ്റീവ് കമാൻഡ് കൊണ്ട് തിരുത്തണം. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് ശാന്തമാണ്, ശ്വാസം നിയന്ത്രിതമാണ്, ലക്ഷ്യം വ്യക്തമാണ്. ഇനി നമ്മൾ ബാക്കിയുള്ള ചെറിയ സ്ട്രെസ് കൂടി കളഞ്ഞ് വിജയത്തിനായി ബോഡിയെ ഒരുക്കുന്ന അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഡിയർ ഫ്രണ്ട്, നാം മനസ്സിനെ റീപ്രോഗ്രാം ചെയ്തു, ശ്വാസം ഉപയോഗിച്ച് അതിൻ്റെ വേഗത നിയന്ത്രിച്ചു. പക്ഷേ ഒരു കാര്യം നിങ്ങൾക്കറിയാമോ? നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പിരിമുറുക്കം ഒളിച്ചിരിക്കുന്നത് ശരീരത്തിലെ മസിൽസിലാണ്. തോളിലും കഴുത്തിലും താടിയെല്ലുകളിലുമെല്ലാം അത് കട്ടിയായി ഇരിക്കുന്നുണ്ടാകാം. ഇത് നിങ്ങളുടെ എനർജിയെ ചോർത്തിക്കളയും. ഒരു യഥാർത്ഥ വിജയിക്ക്, ഒരു പോരാളിക്ക് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ശരീരം ഫ്രീ ആയിരിക്കണം. മസിൽസിലെ ഈ മുറുക്കങ്ങൾ കാരണം നിങ്ങളുടെ പ്രസന്റേഷനിൽ ശബ്ദം ഇടറിയേക്കാം, നിങ്ങളുടെ നടത്തത്തിന് ആത്മവിശ്വാസം കുറഞ്ഞേക്കാം. ഇത് നമുക്ക് വേണ്ട. ഇനി നമ്മൾ ഈ മസിൽസ് സ്ട്രെസ്സിനെ തിരഞ്ഞു പിടിച്ച് പുറത്താക്കാൻ പോവുക. ഈ ടെക്നിക്കിനെ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ എന്ന് വിളിക്കാം. ഇതൊരു റീസെറ്റ് ബട്ടൺ പോലെയാണ്. ഇവിടെ നിങ്ങൾ എൻ്റെ നിർദ്ദേശങ്ങൾ അതേപടി അനുസരിക്കണം. 1, നിങ്ങൾ ഇരിക്കുന്നിടത്ത് സൗകര്യമായിരിക്കുക, കാലുകൾ തറയിൽ ഉറപ്പിച്ചു വയ്ക്കുക. 2, ആദ്യം നിങ്ങളുടെ കാലിൻ്റെ വിരലുകൾ താഴേക്ക് ശക്തിയായി അമർത്തുക. 5, 4, 3, 2, 1. ഇനി റിലാക്സ് ചെയ്യൂ. ഇങ്ങനെ റിലാക്സ് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായ ഒരു ആശ്വാസം ഒന്ന് ഫീൽ ചെയ്യൂ. ഇനി കാൽമുട്ട് താഴെയുള്ള മസിൽസ്. കാൽമുട്ട് വളയ്ക്കാതെ പാദം മുകളിലേക്ക് വലിക്കൂ. മസിൽസ് ടൈറ്റൻ ആകട്ടെ. 5, 4, 3, 2, 1. ശ്വാസത്തെ വിട്ടുകൊണ്ട് പൂർണ്ണമായി റിലീസ് ചെയ്യുക. ഇനി നിങ്ങളുടെ കൈമുഷ്ടി ശക്തിയായി ചുരുട്ടുക. എത്രത്തോളം ചുരുക്കാൻ കഴിയുമോ അത്രത്തോളം. 5, 4, 3, 2, 1. ഇനി നിങ്ങളുടെ കൈകൾ റിലാക്സ് ചെയ്യൂ. ടേബിളിൽ അല്ലെങ്കിൽ മടിയിൽ വെച്ച് വിശ്രമിക്കൂ. ആ വ്യത്യാസം അറിയൂ. ഏറ്റവും കൂടുതൽ ടെൻഷൻ ഒളിഞ്ഞിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? നിങ്ങളുടെ കഴുത്തിലും തോളിലും. നിങ്ങളുടെ തോളുകൾ ചെവിയിലേക്ക് വലിച്ചുയർത്തുക. കഴുത്ത് പൂർണ്ണമായി മുറുകട്ടെ. നിങ്ങളൊരു ഭാരം ചുമക്കുകയാണെന്ന് സങ്കല്പിക്കുക. 5, 4, 3, 2, 1. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് താഴേക്ക് വിടൂ. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് റിലാക്സ് ചെയ്യൂ. അവിടെ ഉണ്ടായ ആശ്വാസം ഫീൽ ചെയ്യൂ. ഇനി ഏറ്റവും പ്രധാന ഭാഗം, മുഖം. കണ്ണ്, മൂക്ക്, ചുണ്ട് എല്ലാം ഒരു ചെറിയ പന്തിന്റെ രൂപത്തിൽ മുന്നോട്ട് ചുളിച്ചു പിടിക്കൂ. 5, 4, 3, 2, 1. ഇനി ആശ്വാസത്തോടെ റിലാക്സ് ചെയ്യൂ.
ഇപ്പോൾ നിങ്ങളുടെ ശരീരം പൂർണ്ണമായും വിശ്രമത്തിലാണ്. നിങ്ങൾ നിങ്ങളുടെ മസിൽസിനെ റീസെറ്റ് ചെയ്തു, മനസ്സിനെ റീസെറ്റ് ചെയ്തു. നിങ്ങൾ ഇനി ടെൻഷൻ അനുഭവിക്കാൻ വേണ്ടിയല്ല ഇരിക്കുന്നത്, മറിച്ച് ശക്തിയോടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ വേണ്ടി ഒരുങ്ങുക. ഇതാണ് ഒരു യഥാർത്ഥ മോട്ടിവേഷണൽ ടെക്നിക്. നിങ്ങൾ പുറത്ത് വിജയിക്കുന്നതിന് മുൻപ് നിങ്ങൾ അകത്ത് വിജയിച്ചിരിക്കണം. ഇപ്പോൾ നിങ്ങൾ ശാരീരികമായും മാനസികമായും തയ്യാറാണ്. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുക, നിങ്ങളുടെ വിജയം എങ്ങനെ ഉറപ്പിക്കാം എന്നത്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് ശാന്തമാണ്, ശ്വാസം നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്, ശരീരത്തിലെ മസിൽസ് വിശ്രമിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് ഏറ്റവും ശക്തമായ അവസ്ഥയിലാണ്. ഒരു കമ്പ്യൂട്ടർ റീബൂട്ട് ചെയ്തതുപോലെ നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഇപ്പോൾ പുതിയ ഡാറ്റ സ്വീകരിക്കാൻ തയ്യാറാണ്. ഈ നിമിഷം നമ്മൾ വെറുതെ സ്വസ്ഥമായി ഇരിക്കുകയല്ല, മറിച്ച് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വഴി വ്യക്തമായി മനസ്സിൽ പതിപ്പിക്കാൻ പോവുകയാണ്. ഇത് കേവലം സ്വപ്നം കാണലല്ല, ഇതൊരു മെൻ്റൽ റിഹേഴ്സലാണ്. ഒരു അത്ലറ്റ് മത്സരിക്കുന്നതിന് മുൻപ് ചെയ്യുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ വിജയത്തെ അനുഭവിക്കാൻ പോവുകയാണ്. കണ്ണുകൾ അടച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ തുടരൂ. ഇനി എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ. നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം മനസ്സിലേക്ക് കൊണ്ടുവരൂ. നിങ്ങളിപ്പോൾ പിരിമുറുക്കം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, ഒരു അഭിമുഖം, ഒരു പ്രസൻറ്റേഷൻ, ഒരു നിർണായകമായ മീറ്റിംഗ് അല്ലെങ്കിൽ വലിയൊരു ചലഞ്ച്. 1. തുടക്കം കാണൂ. നിങ്ങൾ ആ സ്ഥലത്തേക്ക് പൂർണ്ണ ആത്മവിശ്വാസത്തോടെ പ്രവേശിക്കുന്നത് കാണുക. നിങ്ങളുടെ നടത്തം ഉറച്ചതാ, മുഖത്ത് ശാന്തമായ ഒരു പുഞ്ചിരിയുണ്ട്, നിങ്ങളുടെ ശരീരം റിലാക്സ് ചെയ്തിരിക്കുന്നു. 2. നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ശബ്ദം വ്യക്തവും ആധികാരികവുമാണ്. നിങ്ങളുടെ വാക്കുകൾ ലക്ഷ്യത്തിലെത്തുന്നു. നിങ്ങൾ ആർക്കും അറിയാത്ത ചോദ്യങ്ങൾക്ക് പോലും ശാന്തതയോടെ മറുപടി നൽകുന്നു. നിങ്ങൾ സംസാരിക്കുമ്പോൾ ആരും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നോ നിങ്ങൾ പിഴവുകൾ വരുത്തുന്നുണ്ടോ എന്നോ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, കാരണം നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലാണ് ശ്രദ്ധിക്കുന്നത്. 3. ഫീൽ ദ സക്സസ്. ആ നിമിഷം വരുന്നു. നിങ്ങളുടെ ജോലി നിങ്ങൾ തികച്ചും വിജയകരമായി പൂർത്തിയാക്കി. നിങ്ങൾ ചെയ്ത കാര്യത്തെക്കുറിച്ച് ആളുകൾ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ മേലുദ്യോഗസ്ഥനോ നിങ്ങളുടെ ടീമോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം മനസ്സോ നിങ്ങളോട് പറയുന്നു, നിങ്ങളിത് ഗംഭീരമാക്കിയെന്ന്. 4. ആ വികാരം അനുഭവിക്കൂ. ആ വിജയം നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒഴുകിയെത്തുന്ന അനുഭവിക്കൂ. നിങ്ങളുടെ നെഞ്ചിലെ ആശ്വാസം, മനസ്സിലെ അഭിമാനം, ശരീരത്തിലെ ശാന്തത, സന്തോഷം. ഈ അനുഭവം ഒരു ഫോട്ടോ എടുത്ത് മനസ്സിൽ പതിപ്പിക്കൂ. ഇതാണ് നിങ്ങളുടെ റിയാലിറ്റി. നിങ്ങൾ ഇപ്പോൾ നേടിയ ഈ അതിശക്തമായ വിജയം നിങ്ങളുടെ കൂടെ എപ്പോഴും വേണം, അല്ലേ? അതിനായി നമ്മളൊരു ആങ്കർ ഉണ്ടാക്കാൻ പോവുകയാണ്. നിങ്ങൾ ഈ വിജയവികാരം ഏറ്റവും ശക്തമായി അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ സ്ട്രെസ് നൽകുക. നിങ്ങളുടെ കയ്യിൽ ശക്തിയായി അമർത്തുക. ഇനി മുതൽ നിങ്ങൾക്ക് ടെൻഷൻ തോന്നുമ്പോൾ ഈ ആങ്കർ പോയിന്റ് കയ്യിൽ ഒന്ന് അമർത്തിയാൽ മതി. നിങ്ങളുടെ മനസ്സ് ഓട്ടോമാറ്റിക്കായി ഈ വിജയത്തിൻ്റെയും ശാന്തതയുടെയും വികാരത്തിലേക്ക് മടങ്ങിയെത്തും. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ വിജയത്തിനായുള്ള ഒരു ബ്ലൂ പ്രിന്റ് നിങ്ങളുടെ മനസ്സിൽ എഴുതി ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് മായുകയില്ല. നിങ്ങൾ ഇപ്പോൾ പുറത്ത് പ്രവർത്തിക്കാൻ തയ്യാറായ, അകത്ത് വിജയിച്ച ഒരു വ്യക്തിയാണ്. ഇനി നമ്മൾ ഈ ഊർജത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന് ഈ ട്രെയിനിങ് എങ്ങനെ നിലനിർത്താം എന്ന് നോക്കാം. നിങ്ങളിപ്പോൾ വെറും കേൾവിക്കാരൻ മാത്രമല്ല, മാറ്റത്തിന് വിധേയനായ ഒരു വ്യക്തിയാണ്. നിങ്ങൾ നിങ്ങളുടെ ടെൻഷനെ നിയന്ത്രിക്കാൻ പഠിച്ചു, പരിശീലിച്ചു, വിജയിച്ചു. ഇനി നിങ്ങൾ ആ വിജയത്തിന്റെ വിഷ്വലൈസേഷന്റെ ഊർജത്തിലായിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ആ സക്സസ് വിഷ്വലൈസേഷന്റെ എനർജിയിലായിരിക്കുന്നത്. ഈ ശാന്തതയും ആത്മവിശ്വാസവും ഈ മുറിയിൽ മാത്രം ഒതുങ്ങാനുള്ളതല്ല, ഇത് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ കൊണ്ടുവരണം. നമുക്ക് മെല്ലെ ഈ നിമിഷത്തിലേക്ക് മടങ്ങി വരാം. കണ്ണുകൾ അടച്ചിരിക്കുന്നവർ സാവധാനം ചുറ്റുമുള്ള ശബ്ദങ്ങൾ തിരിച്ചറിയുക. കസേര നിങ്ങളെ തൊടുന്ന ഭാഗം അറിയുക. നിങ്ങളുടെ ശ്വാസം എപ്പോഴും ശാന്തമായി ആഴത്തിൽ നടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കൂ. മെല്ലെ നിങ്ങളുടെ കൈവിരലുകളിലും കാൽവിരലുകളും ഒന്ന് ചലിപ്പിക്കുക. ഈ മോട്ടിവേഷണൽ സ്പീച്ച് കേട്ടാൽ മാത്രം പോരാ, അത് നിങ്ങളുടെ ഹാബിറ്റാക്കി മാറ്റണം. അതിനായി നമ്മൾ പഠിച്ച കാര്യങ്ങൾ അടുത്ത 24 മണിക്കൂറിൽ നിങ്ങൾ എങ്ങനെ പ്രയോഗിക്കണം എന്നതിനെക്കുറിച്ച് ഞാൻ ചില കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാം. ഇതാണ് നിങ്ങളുടെ വിജയത്തിനായുള്ള അടുത്ത ചുവടുകൾ. 1. ദി ബ്രെത്ത് റൂൾ. മൊബൈലിൽ ഒരു റിമൈൻഡർ സെറ്റ് ചെയ്യുക. ഓരോ 90 മിനിറ്റിലും ആ റിമൈൻഡർ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും നിർത്തി നമ്മൾ പഠിച്ച 7-4-8 ബ്രീത്തിങ് എക്സസൈസ് 3 തവണ ചെയ്യുക. ഇത് നിങ്ങളുടെ ടെൻഷൻ കൂടുന്നതിന് മുൻപ് തന്നെ റീസെറ്റ് ചെയ്യാനുള്ള എളുപ്പവഴിയാണ്. 2. ദി തോട്ട് ഇൻറ്ററോഗേഷൻ. ഇനി മുതൽ ഒരു നെഗറ്റീവ് ചിന്ത മനസ്സിൽ വരുമ്പോൾ നമ്മൾ പഠിച്ച 3 ചോദ്യങ്ങൾ ചോദിക്കുക. ഇത് 100% ശരിയാണോ? ഏറ്റവും മോശമായത് എന്താ സംഭവിക്കുക? അല്ലെങ്കിൽ ഈ ചിന്ത എന്നെ എവിടെ എത്തിക്കും? ചിന്തകളെ ചോദ്യം ചെയ്യുക, അതിനെ വിശ്വസിക്കരുത്.
3. ആങ്കർ ഉപയോഗിക്കുക. നമ്മൾ ഉണ്ടാക്കിയ ആങ്കർ പോയിന്റ് എന്താണെന്ന് ഓർക്കുക. നിങ്ങൾക്ക് അല്പം ടെൻഷൻ തോന്നുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ശക്തിയായി കയ്യിലൊന്ന് അമർത്തുക. നിങ്ങളുടെ മനസ്സ് ഓട്ടോമാറ്റിക്കായി ഇപ്പോൾ അനുഭവിച്ച വിജയത്തിൻ്റെ വികാരത്തിലേക്ക് മടങ്ങി വരും. നോക്കൂ, നിങ്ങളിപ്പോൾ എനർജറ്റിക്കാ. നിങ്ങൾ വെല്ലുവിളികളെ നേരിടാൻ ഭയപ്പെടുന്നവനല്ല, അതിനെ വിജയത്തിൻ്റെ പടവുകളാക്കി മാറ്റുന്നവനാ. ടെൻഷൻ എന്നത് നിങ്ങൾക്കൊരു മെസ്സേജ് മാത്രമാണ്. ഇതിനെ ഒരു ശത്രുവായി കാണരുത്. അതിനെ നിങ്ങളുടെ ഏറ്റവും വലിയ ഇൻസ്പിറേഷനായി കാണുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ റിമോട്ട് കൺട്രോൾ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ ശ്വാസം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ കയ്യിലാണ്. സോ നിങ്ങളുടെ വിജയവും നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. എനിക്കറിയാം നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ കഴിവുള്ളവരാ. എൻ്റെ കൂടെ ഈ ഏതാനും മിനിറ്റുകൾ ചിലവഴിച്ചതിന് നന്ദി. ഇതൊരു തുടക്കം മാത്രമാ. ഇപ്പോൾ നിങ്ങൾ കണ്ണുകൾ തുറന്ന് പുതിയ എനർജിയോടും ആത്മവിശ്വാസത്തോടും കൂടി നിങ്ങളുടെ ലോകത്തേക്ക് പോകൂ. വിജയത്തിനായി തയ്യാറാവുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബി ഹാപ്പി, ബി സക്സസ്ഫുൾ ആൻഡ് അക്സെപ്റ്റ് ദി മിറക്കിൾസ് റൈറ്റ് നൗ.